ഇന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ 100ാം ജന്മദിന വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഭാരതം മുഴുവൻ കൊണ്ടാടപ്പെടുന്ന നിശ്ചയിക്കപ്പെട്ട ഒരു പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ച് ഇതുപോലുള്ള ഏകതാ സമ്മേളനങ്ങൾ ഇതിൻ്റെ ഭാഗമായാണ് നാം ഓരോരുത്തരും ഈ ഒരു സായം സന്ധ്യയിൽ ഈ ഒരു വേദിയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. അല്പം ചില ചിന്തകളെ ചെയ്യാം എന്ന് കരുതുന്നു. നമ്മുടെ ശാസ്ത്രഹൃദയങ്ങളെ അതിൻ്റെ മർമ്മം ലോകത്തിന് ഉപദേശിച്ച ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ഭാഷ്യരചനയുടെ ആരംഭത്തിൽ, ഭഗവത്ഗീതയുടെ ഭാഷ്യ ആരംഭത്തിൽ തന്നെ ധർമ്മം എന്ന ഒരു ശബ്ദത്തെ നിർവചിച്ചിട്ടുണ്ട്. ധർമ്മമാണ് നമ്മയൊക്കെ ഒന്നായി, ഒരു സമൂഹമായി, ഒരു കുടുംബമായി, ഒരു ലോകം, ഒരു രാഷ്ട്രമായി, ഒരു ലോകമായി ചേർത്ത് കോർത്ത് നിർത്തുന്ന മൂല്യങ്ങളുടെ ആകത്തുകയാണ് ധർമ്മം. ഈ ധർമ്മത്തെ ശങ്കരാചാര്യസ്വാമികൾ നിർവചിച്ചത് തൻ്റെ ഭാഷ്യരചനയിൽ ഭഗവത്ഗീതയുടെ ഉള്ളടക്കത്തിലാണ്, ആരംഭഘട്ടത്തിലാണ്. ജഗതഃ സ്ഥിതി കാരണം സാക്ഷാത് പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതുഃ യഃ സഹ ധർമ്മഃ. ഈ ഒരു നിർവചനത്തെ നമുക്ക് 2 ഭാഗമായി മനസ്സിലാക്കാം. ഒന്ന് സാമൂഹികമായ തലം, 2 വൈയക്തികമായ വ്യക്തിപരമായ തലം. സാമൂഹികമായ തലം എന്ന് പറയുമ്പോൾ ജഗതഃ സ്ഥിതി കാരണം, ജഗത്തിൻ്റെ, ലോകത്തിൻ്റെ സ്ഥിതിക്ക് കാരണവും. നമ്മളോട് ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടോ ഒരു സമൂഹത്തോടോ ഒന്നായോ ചോദിച്ചാൽ നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ത്, അല്ലെങ്കിൽ ആഗ്രഹം, താല്പര്യം എന്ത് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, എല്ലാവരും പറയും സുഖം ഉണ്ടാവണം. ലോകത്തിലെ ഏക അഭിപ്രായം വരുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, എനിക്ക് സുഖം ഉണ്ടാകണം, അവനവന് സുഖമുണ്ടാകണം എന്നുള്ളതാണ്. ഈ തനിക്ക് സുഖമുണ്ടാകണം എന്നുള്ള ചിന്തയിൽ ഓരോരുത്തരും, മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവരാശിയും, സർവചരാചരങ്ങളും അവരുടേതായ സുഖത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. എന്ത് സുഖം എന്നുള്ളത് ചോദിച്ചിട്ടില്ല, അത് ആപേക്ഷികമാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലായിരിക്കും താല്പര്യം, സുഖം. അതിവിടെ വിവക്ഷിച്ചിട്ടില്ല, അത് ആപേക്ഷികമാണ്. പക്ഷെ എല്ലാവർക്കും സുഖമാണ് ഇച്ഛിക്കുന്നത് എന്നുള്ളത് നിസ്സംശയമാണ്, നിസ്തർക്കമാണ്. ഈ സുഖത്തിന് വേണ്ടി നമ്മൾ ക്രിയകളെ ചെയ്യുമ്പോൾ, കർമ്മങ്ങളെ ചെയ്യുമ്പോൾ, പ്രവൃത്തിയെ ചെയ്യുമ്പോൾ ആരെ കൊന്നാലും കുഴപ്പമില്ല, ആരെ വെട്ടിച്ചാലും പറ്റിച്ചാലും ചതിച്ചാലും ചൂഷണം ചെയ്താലും പ്രശ്നമില്ല, എനിക്ക് സുഖമുണ്ടായാൽ മതി എന്നാണ് ഓരോ വ്യക്തിയും ഓരോ സമൂഹവും വിചാരിക്കുന്നതെങ്കിൽ ലോകത്ത് മറ്റു വ്യക്തികൾക്ക് ജീവിക്കാൻ കഴിയില്ല, നിലനിൽപ്പുണ്ടാവില്ല. മറ്റ് സമൂഹങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവില്ല, ജീവിക്കാൻ കഴിയില്ല. അരക്ഷിതാവസ്ഥ വരും. വളരെ ക്ലേശകരമായിരിക്കും ലോകത്തിൻ്റെ സ്ഥിതി. ആ നിലയ്ക്ക് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത്, സുഖത്തിന് വേണ്ടി ജീവിക്കുന്ന സമയത്ത് ചില മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇന്നതൊക്കെ ചെയ്യാം, ഇന്നതൊന്നും ചെയ്യരുത് എന്നുള്ള ആ ധാർമ്മികമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള
ആ പ്രയാണം, പ്രവൃത്തി, പ്രയത്നം ചെയ്യാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരാശയം, വളരെയേറെ പ്രചാരം ലഭിച്ചിട്ടുള്ള ഒരാശയം. എന്താണ്? ഈശ്വരൻ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന് വേണ്ടിയാണ് എന്നുള്ളൊരാശയം ലോകം മുഴുവൻ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈശ്വരൻ ലോകത്തെ സർവ്വചരാചരങ്ങളെയും വസ്തുവിഭവങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന് വേണ്ടിയാണ് എന്നുള്ളൊരാശയം ലോകം മുഴുവൻ പ്രചരിക്കുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടാകും. ലോകത്തെ സർവ്വചരാചരങ്ങളെയും വസ്തുവിഭവങ്ങളെയും ഈശ്വരൻ സൃഷ്ടിച്ചത് മനുഷ്യനാണ് എങ്കിൽ അത് നമ്മൾ അങ്ങനെയാണെന്ന് കരുതുക. കൊള്ളില്ല, തെറ്റാണ്. പക്ഷെ അങ്ങനെയാണെന്ന് കരുതുക. അങ്ങനെയാണെന്ന് കരുതിയാൽ ആ ഒരു ഈശ്വരൻ കേവലം മനുഷ്യേശ്വരനാവാനേ വഴിയുള്ളൂ. സർവേശ്വരൻ എന്ന ആ ഗണത്തിലേക്ക് പരിഗണിക്കാൻ വയ്യ. സർവേശ്വരനാണെങ്കിൽ സമസ്ത ചരാചരങ്ങൾക്കും സർവചരാചരങ്ങൾക്കും സൗഖ്യമുണ്ടാകണം എന്നുള്ള സങ്കല്പം വേണം. ഈ ഒരു ചിന്ത, ഒരാശയം ഉൾക്കൊണ്ടാൽ ഒട്ടേറെ ജീവസമ്പത്ത്, വ്യത്യസ്തങ്ങളായ ഗുണഘടനകളോട്, സ്വഭാവവിശേഷങ്ങളോട്, സാത്വികവും രാജസികവുമായ അക്രമവാസനയുള്ള ഒട്ടേറെ ജീവജാലങ്ങൾ ലോകത്തുണ്ട്. വേണ്ട, ഈ ഒരു ആശയം ഉൾക്കൊണ്ടാണെങ്കിൽ പട്ടികൾക്കും ഉണ്ടാകും ഒരു ഈശ്വരൻ. ആരായിരിക്കും പട്ടികളുടെ ഈശ്വരൻ? പട്ടീശ്വരൻ. ഒരു എണീറ്റ് നിൽക്കാൻ വയ്യാത്ത, ഒന്ന് കുറയ്ക്കാൻ പോലും ശക്തിയില്ലാത്ത, ദുർബലനായ, അശക്തനായ ഒരു പട്ടിയായിരിക്കുമോ പട്ടികളുടെ ഈശ്വരൻ? പട്ടീശ്വരൻ അല്ല. ഒരു പ്രബലനായ, നല്ല ശക്തിയുള്ള ഒരു പട്ടിയായിരിക്കും അവരുടെ ഈശ്വരൻ. ഏത് പട്ടിയാ? പ്രബലൻ, ബെൽജിയം ഷെപ്പേർഡ്. ഏറ്റവും വലിയ പട്ടിയാണ്. അയാൾ നോക്കൊണ്ട് കുറയ്ക്കണ്ട, നമ്മുടെ കഥ കഴിയും. അപ്പൊ അവര് വിചാരിക്കുകയാണ് ഈ ലോകം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ പൂച്ചകൾക്കുണ്ടാവും ഈശ്വരൻ. ആരായിരിക്കും പൂച്ചകളുടെ ഈശ്വരൻ? അല്ല, നരിയോ കടുവയോ അല്ലേ, പുലിയോ പുലിക്കായിരിക്കും. അവര് വിചാരിക്കുകയാണ് ഈ ലോകം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടിയാണ്. ഇങ്ങനെ ഓരോ ജന്തുവും വിചാരിച്ചാൽ ലോകത്തിന്റെ അവസ്ഥ എന്താവും? മറ്റുള്ള സമൂഹത്തിന്, മറ്റുള്ള ജീവരാശിക്ക് നിലനിൽപ്പില്ലാതാകും. ഓരോരുത്തരും തനിക്ക് വേണ്ടിയാണെന്ന് കരുതിയാൽ അവിടെ ധർമ്മം നിലനിൽക്കില്ല. ഇതാണ് ഇന്ന് ലോകത്ത് കാണുന്ന സകലവിധ അനർത്ഥങ്ങൾക്കും അക്രമത്തിനും ഹേതു. അതുകൊണ്ട് ധർമ്മം എന്നുള്ള ചിന്തയെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന സമയത്ത് ജഗതഃ സ്ഥിതി കാരണം, അതിന് ഞാൻ എൻ്റെ സുഖത്തിന് വേണ്ടി ഇച്ഛിക്കുന്ന സമയത്ത് ധാർമ്മികമായിരിക്കണം. ആ ധർമ്മത്തെ നിലനിർത്താൻ ചില മൂല്യങ്ങൾക്ക് അനുസൃതമായി ഞാൻ ജീവിക്കണം, പ്രവർത്തിക്കണം എന്നുള്ളത് ഇതാണ് ധർമ്മത്തിന്റെ ഒന്നാമത്തെ ജഗതഃ സ്ഥിതി കാരണം എന്നുള്ളതിന്റെ ഭാഗം. രണ്ടാമത്തെ തലം വൈയക്തികമാണ്. ഏതാണ്? പ്രാണിനാം സാക്ഷാൽ അഭ്യുദയ നിശ്രേയസ ഹേതു. പ്രാണികൾ, പ്രാണികള് ഈ വിളക്ക് കൊളുത്തുമ്പോഴോ അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റ് ഇടുമ്പോഴോ ഒക്കെ പറന്നു വരുന്ന ആ ജീവികളല്ല പ്രാണികൾ. പ്രാണത്വം ജീവധാരണേ, പ്രാണനെ ധരിച്ചവരൊക്കെ പ്രാണികളാണ്. ആ അർത്ഥത്തിൽ നമ്മളും പ്രാണികളാണ്. അപ്പൊ പ്രാണികൾക്ക് എന്താണ്? സാക്ഷാൽ അഭ്യുദയ നിശ്രേയസ ഹേതു. അഭ്യുദയത്തിനും നിശ്രേയസത്തിനും യാതൊന്നാണോ ഹേതു? അതാണ് ധർമ്മം. എന്താണ് അഭ്യുദയം? അഭ്യുദയം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, സാമൂഹികമായി കുടുംബപരമായി ജീവിക്കുന്ന സമയത്ത് എല്ലാ മേഖലകളിലുമുള്ള ഉന്നതി, ഉയർച്ച. ആ ഉയർച്ചയ്ക്കാണ് അഭ്യുദയം എന്ന് പറയുന്നത്. ഇത് വളരെയേറെ കരുതലോടുകൂടി നമ്മൾ കാണേണ്ടുന്ന ഒരു ഭാഗമാണ്. എല്ലാ മേഖലകളിലും നമുക്ക് ഉയർച്ച വേണ്ടേ? അല്ലാതെ ഏതെങ്കിലുമൊക്കെ ആശ്രമങ്ങളിൽ പോയി അർത്ഥമനർത്ഥം ഭാവയ നിത്യം പാടിയിരുന്നാൽ പോരാ. ഭജഗോവിന്ദം, എന്തിനാ ഈ ധനം, എന്തിനതൊക്കെ സംഭവിച്ചിട്ട്
നമ്മൾ പോരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നതാണോ, പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞിരുന്നാൽ പോ. കഠിനാധ്വാനം ചെയ്യണം, ദുർവ്യയങ്ങൾ ഒഴിവാക്കണം, പണം സമ്പാദിക്കണം. പണമില്ലാത്ത സമത്വം, സമാനതകൾ ഉള്ളവർക്ക് തുല്യത ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും മേഖലയിൽ അല്പം ബലഹീനതനാണെങ്കിൽ മറ്റു വ്യക്തികൾ, മറ്റു സമൂഹങ്ങൾ അവരെ ചവിട്ടി മതിക്കപ്പെടും. അതുകൊണ്ട് ശക്തരായിരിക്കണം, സുശക്തരായിരിക്കണം. നമ്മൾ പണം വേണം, ഒന്നും വേണ്ട. നമ്മുടെ കുടുംബത്തിൽ മാമണ്ണൻ ധനം വേണ്ടേ, അല്ലെങ്കിൽ ഒരു തീർത്ഥാടനം പോകണം, പണം വേണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും ദാനധർമ്മങ്ങൾക്ക് ഏർപ്പെടണം, ധനം വേണ്ടേ. എല്ലാ മേഖലകളിലും നമുക്ക് ധനം അനിവാര്യമാണ്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും നല്ല നല്ല ഡോക്ടേഴ്സ് നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടാവണം, എഞ്ചിനീയേഴ്സ് ഉണ്ടാവണം. ദൃശ്യമാധ്യമങ്ങൾ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ ധർമ്മബോധം ഉൾക്കൊണ്ടവരായിട്ടുള്ള നമ്മുടേതായ സഹോദരന്മാർ ഉണ്ടാകണം. അങ്ങനെ IPS, IAS സമൂഹത്തിന്റെ സ്വാധീനിക്കാൻ കഴിയുന്ന, ശക്തി പകരാൻ നൽകുന്ന എല്ലാ മേഖലകളിൽ നിന്ന് നല്ല ഒന്നാന്തരം കർഷകരുണ്ടാകണം, അല്ലേ? രാഷ്ട്രീയക്കാരിൽ അനിവാര്യമായിട്ട് ധർമ്മബോധം ഉൾക്കൊണ്ടവർ വേണം, അല്ലെങ്കിൽ സ്വർണം കുരിപ്പിച്ചോളാം ആയിത്തീരും, അല്ലേ? അപ്പോൾ അഭ്യുദയം എന്നുള്ളത് നമുക്ക് എല്ലാ സമസ്ത മേഖലകളിലും വേണം. അതിന് പാകപ്പെടുത്തി നമ്മുടെ സമൂഹത്തിനെ, യുവാക്കളെ ചെറുപ്പം മുതൽ തന്നെ അവന്റെ ഗുണഘടന, സംസ്കാരം, അവന്റെ പ്രാപ്തി, കഴിവ്, ധരിക്കാനും ഗ്രഹിക്കാനുള്ള കഴിവ് അതിനെ മനസ്സിലാക്കി അവനെ വേണ്ട രീതിയിലേക്ക് തിരിച്ചുവിടാൻ നമുക്ക് കഴിയണം. നാളത്തെ നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ടവനാണ്. നമ്മുടെ സനാതന ധർമ്മത്തിന് വേണ്ടുന്ന ആശയഗതികളെ പിന്തുടർന്ന് ധർമ്മബോധത്തെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം സമൂഹ സൃഷ്ടിയിൽ എന്നുള്ളതാണ്. അപ്പൊ അഭ്യുദയം എന്നുള്ളത് വേണം നമുക്ക്. അടുത്തതാണ് നിശ്രേയസഹേതുഹു. ലോകത്ത് എന്തെല്ലാം സുഖഭോഗങ്ങൾ അനുഭവിച്ചാലും, എന്തെല്ലാം നേടിയാലും, കോടിക്കണക്കിന് രൂപ നേടിയാലും സംതൃപ്തി, പരിപൂർണത എന്നുള്ളതില്ല. ഇനിയും വേണം, ഇനിയും വേണം എന്നുള്ള അർത്ഥിയാണ്. അവിടെയാണ് പറയുന്നത്, എത്ര കോടി രൂപ സഞ്ചയിച്ചാലും സമ്പാദിച്ചാലും നീ പൂർണ്ണനാണോ, പൂർണ്ണതൃപ്തനാണോ? അല്ല എന്നായിരിക്കും മറുപടി. അപ്പൊ ഈ പൂർണ്ണത, ഈ തൃപ്തി എന്നുള്ളത്, മതി എന്നുള്ളത് അവിടെ നിന്ന് കിട്ടും. അതാണ് നിശ്രേയസം. അതിനാണ് നമ്മൾ മോക്ഷം എന്നൊക്കെ പറയുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ വലിയ ജനിച്ചു മരിച്ച ഏതെങ്കിലും ലോകാന്തരത്തെ പ്രാപിച്ചു കിട്ടുന്ന ഏതെങ്കിലും അനുഭൂതി വിശേഷങ്ങളല്ല. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ഈ നിമിഷം അനുഭവിക്കാവുന്ന അനുഭൂതി വിശേഷമാണ് ദുഃഖലേശമില്ലാത്ത സുഖപ്രാപ്തി, നിരതിശയമായ സുഖപ്രാപ്തി. ഇതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് നിശ്രേയസം. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവഗതി. കർമ്മങ്ങളിലൂടെ ഗാർഹിക ദൗത്യങ്ങളൊക്കെ നിർവഹിച്ച് അങ്ങനെ പോയി നേരത്തെ ഈ അഭ്യുദയത്തെ പ്രാപിച്ച് അവസാനം നിശ്രേയസത്തിലേക്ക് വരാം. അതാണ് ഇവിടെ നമുക്ക് ഈ ധർമ്മം എന്ന് പറയുന്ന സമയത്ത് ഈ മതവും ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ധർമ്മവും മതവും, മതം എപ്പോഴും തോട്ടം പോലെയാണ്. തോട്ടം, റബ്ബറും തോട്ടം, തേക്കിൻ തോട്ടം, ജാതിത്തോട്ടം, ഏത് തോട്ടങ്ങൾ നിങ്ങൾ എടുത്തോളൂ, കവുങ്ങും തോട്ടം, തെങ്ങിൻ തോട്ടം, ആ മുഖ്യ വിള എന്തോ അത് മാത്രമേ നിലനിർത്തൂ. മറ്റൊന്നിനും അവിടെ വളർച്ച പ്രാപിക്കാൻ സാധ്യമല്ല. തോട്ടം മതമാണ്. എന്നാൽ ധർമ്മമോ, സനാതന ധർമ്മമോ, ധർമ്മം വിശാലമാണ്, വനമാണ്. വനത്തിൽ വളരെയേറെ വടവൃക്ഷങ്ങൾ ഉണ്ടാവും, ഇടത്തരം വൃക്ഷങ്ങൾ ഉണ്ടാവും, വള്ളിപ്പടർപ്പുകൾ ഉണ്ടാവും, ചെറിയ വൃക്ഷലതാദികൾ ഉണ്ടാവും, മൃഗങ്ങൾ, ഘോരമായ മൃഗങ്ങൾ ഉണ്ടാവും, സാത്വികന്മാരായ മൃഗങ്ങളുണ്ട്. എല്ലാം ഒന്നിച്ച് സഹവസിക്കുകയാണ്. വ്യത്യസ്ത ഗുണഘടകങ്ങളാണ്, സംസ്കാരങ്ങളെല്ലാം വ്യത്യാസമുണ്ട്, പക്ഷെ ഒന്നിച്ച് ഇതാണ് സനാതന ധർമ്മം. അതുകൊണ്ട് നമുക്ക് മതം എന്ന വാക്കിനോട് അത്ര പറ്റിയല്ല. പക്ഷേ മതം വിനിയോഗിക്കുക തന്നെ വേണം. ധർമ്മമാണ് നമ്മൾ സനാതന ധർമ്മം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം, അല്ലേ? നമ്മള് നവരാത്രി ഒക്കെ വളരെയേറെ ഇപ്പോ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വടക്കേന്ത്യയിലൊക്കെ ആദ്യമേ തന്നെ ആചരിച്ചിരുന്നു.
ഈ കാലഘട്ടങ്ങളിലൊക്കെ വളരെയേറെ സന്തോഷപൂർവ്വം അതിൻ്റെ എല്ലാ അംഗങ്ങളോടും കൂടി നമ്മൾ സമുചിതമായി സമാചരിക്കുന്നുണ്ട്. നവരാത്രി എന്നുള്ള ആചരണത്തിൻ്റെ ആശയം എന്താണ്? ദേവന്മാർക്ക് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വയ്യ, അവരുടെ തപസ്, സത്കർമ്മങ്ങൾ, സത്സംഗങ്ങൾ ഒന്നും ആചരിക്കാൻ വയ്യ. എന്താ ചെയ്യുക? അസുരന്മാർ വന്നത് മുടക്കും. അങ്ങനെ നിരന്തരം സംഘട്ടനമായി ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു സത്കർമ്മങ്ങളും ചെയ്യാൻ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്, ഇക്കാലത്തും അങ്ങനെ തന്നെയാണ്. സത്കർമ്മങ്ങൾ എവിടെ തുടങ്ങാൻ നിശ്ചയിച്ചാലും അതിനെ മുടക്കാൻ അസുരന്മാർ വരും. ഈ അസുരന്മാരെന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ലോകാന്തരത്തുള്ളതല്ല, നമ്മുടെ ഇടയിൽ തന്നെയാണ്, നമ്മൾ തന്നെയാണ്. നമ്മൾ ആസുരീ ശക്തിയുണ്ട്, ദേവീ ശക്തിയുണ്ട്. ആസുരീ ശക്തി കൂടുന്ന സമയത്ത് അസുരന്മാർ, ദേവീ ശക്തി കൂടുന്ന സമയത്ത് ദൈവങ്ങൾ. ഇതിനെ വരച്ച് കാണിച്ചു തരാണ്. അപ്പൊ ഈ അസുരന്മാരെ ഇങ്ങനെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഈ ദേവന്മാരൊരു കൂടിയാലോചന ചെയ്തു. ഇതെന്താ നമുക്ക് ഇത്ര ശക്തിയും എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും നമ്മൾ എങ്ങനെ അസുരന്മാർക്ക് തോറ്റു കൊടുക്കേണ്ടി വരുന്നത്? നമുക്ക് എപ്പോഴും തോൽവി സംഭവിക്കുന്നതിന് കാരണം എന്താ? ഇത് അന്വേഷിച്ച സമയത്ത് ഒരു കൂടിയാലോചന, ഒരു യോഗം വിളിച്ചു. ആ യോഗത്തില് ഇതിന് ഈ നമുക്ക് പരാജയം വരാനുള്ള കാരണം എന്താ എന്ന് കണ്ടെത്തിയവർ കാരണം കണ്ടെത്തി. എന്താണ്? നമ്മൾ ഭിന്നിച്ച് വിഘടിച്ച് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു മേഖലയിലും വിജയിക്കാൻ കഴിയാതെ ഈ പരാജയം മാത്രം ഏറ്റെടുക്കേണ്ടി വരുന്നത് എന്നവർ കണ്ടെത്തി. എന്തായി? ഓരോ ദേവന്മാരും തൻ്റെ ശക്തി ഒരു ഭാഗം സമർപ്പിച്ചു, തൻ്റെ ആയുധങ്ങളിൽ ഒരു ഭാഗം സമർപ്പിച്ചു. അങ്ങനെ ഒരു മഹാശക്തിയായി ദേവി ആവിർഭവിച്ചു, ഭൂജാതയ. ആ ദേവിയാണ് മഹിഷാസുരനെ വധിക്കുന്നത്. എന്താ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഈ നവരാത്രി സമാചരണത്തിൽ മുഖ്യമായി 3 ദേവതകളെയാണ് നമ്മൾ പൂജിക്കുന്നത്, ആദരിക്കുന്നത്, അല്ലേ? സമാദരിക്കുന്നത് 3 ദേവികളെയാണ്. ഒന്ന് ആരെയാണ്? ദുർഗ, ശക്തിയുടെ ദേവതയാണ്. 2 ലക്ഷ്മി, ഐശ്വര്യം, ധനം. 3-മത്തെ വിദ്യയുടെ ദേവത സരസ്വതി. എന്താ ഇതില്? ഇത് വെറുതെ സമാചരിച്ചു പോകാനുള്ളതാ, വെറും ആചരണം എന്നുള്ള ആചരണത്തിന് വേണ്ടിയുള്ള ഒരു ആചരണമല്ല. ഇതിൽ നിന്ന് ഒട്ടേറെ ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. എന്താണ്? ഓരോ വ്യക്തിയിലും, ഓരോ കുടുംബത്തിലും, ഓരോ രാഷ്ട്രത്തിനും തന്നെ ഈ 3 വിഭവങ്ങൾ ഓരോരുത്തരിലും മൂർത്തഭാവത്തിൽ നിലനിൽക്കണം. എന്താണ്? ശക്തി, ഐശ്വര്യം, വിദ്യ. വിദ്യയുണ്ട്, ശക്തിയും ധനവും ഇല്ലെങ്കിൽ അവനെ കൊണ്ടൊരു കാര്യമില്ല, ഒന്നും സാധ്യമാക്കാൻ സാധ്യമല്ല. ഒരാൾക്ക് ധനമുണ്ട്, വിദ്യയില്ല, ശക്തിയും ഇല്ലെങ്കിൽ അവനെ കൊണ്ടും സാധ്യമല്ല. ഒരാൾക്ക് ശക്തിയുണ്ട്, ധനവുമില്ല, അറിവില്ല, അത് സമൂഹത്തിന് ആപത്തായിരിക്കും. ഈ 3 ഭാവങ്ങളും ഒത്തിണങ്ങി ഒരു വ്യക്തിയിൽ സമഞ്ജസിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് പ്രഭാവമായി സമൂഹത്തിനും തനിക്കും കുടുംബത്തിനും രാഷ്ട്രത്തിനും ഗുണകരമായി പ്രവർത്തിക്കാനും ശക്തമായി നിലകൊള്ളാനും ഏതൊരു സാഹചര്യത്തെ അതിജീവിക്കാനും നിലനിൽക്കാനും കഴിയുന്നു. അപ്പൊ ഇവിടെ ഈ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗം തന്നെ എന്താണ്? ഏകത. ഒന്നായപ്പോഴാണ്, ദേവതകളൊക്കെ ഒന്നായപ്പോഴാണ് നമുക്ക്, ദേവതകളൊക്കെ ഒന്നായ സമയത്താണ് ഈ ശക്തി അവർക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്, അല്ലേ? അതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ധർമ്മം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ തലത്തിലും ശക്തി വേണം, അറിവ് വേണം, ഐശ്വര്യം വേണം. അല്ലാതെ നിങ്ങളൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും, എന്താണ്? പാവാണ്, വായിൽ വിരലിട്ടാ കടിക്കാത്ത പാവം. എന്താ നിങ്ങളുടെ അഭിപ്രായം? വായിൽ വിരലിട്ടാ കടിക്കാത്ത ഒരു വ്യക്തി പാവാണോ? ഒന്നിനും കൊള്ളാത്തവനാണ്. ഒന്നിനും കൊള്ളാത്തവനാണ്. അല്ലെങ്കിൽ വായിൽ വിരലിട്ടാ കടിക്കാത്തവനാണ്. അല്ലെങ്കിൽ പിന്നെ വായിൽ വിരലിടുന്നത് ദന്ത ഡോക്ടറായിരിക്കും, അല്ലേ? അത് നമ്മുടെ പല്ലിന് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അത് മാറ്റാനാണ്. അല്ലെങ്കിൽ വായിൽ വിരലിടാൻ തോന്നരുത്, തോന്നുന്നതിന് മുമ്പ് അവനെ തട്ടി മാറ്റാൻ, അടിച്ചു വീഴ്ത്താനും കഴിയണം. ശക്തിമത്തായിരിക്കണം നമ്മുടെ ഭാവന. സമൂഹ സൃഷ്ടിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഈ ഒരു കരുത്ത് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. സമയം വൈകിട്ടാണ് തുടങ്ങിയത്, അതുകൊണ്ട് കൂടുതൽ ഭാഷണങ്ങളിലേക്ക് കടക്കുന്നില്ല, നിർത്തുന്നു.